നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീണ്ടും ഒരു യാത്രയാണ്. നേപ്പാളിലേക്കാണ് യാത്രയെന്ന് പറയാൻ പറ്റില്ല, ട്രെക്കിംഗ് ആണ്. അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോയത്. അതേ ദിവസം തന്നെയാണ് ഇപ്പം അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 6 ദിവസത്തെ ട്രെക്കിംഗ് ആണ്. ഇപ്പം നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് പോവാണ്. ഇപ്പം രാത്രി 10 മണിയായി. 11 മണിക്കാണ് ഫ്ലൈറ്റ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണുള്ളത്. ഇവിടുന്ന് ഡൽഹി പോവും. ഡൽഹിയിൽ പോയിട്ട് 2 മണിയാകുമ്പോൾ ഡൽഹി എത്തും. അവിടുന്ന് ഞാൻ 4:45 പിന്നത്തെ കാഠ്മണ്ഡുവിലേക്കുള്ള ഫ്ലൈറ്റ്. രാവിലെ 6:30 ആകുമ്പോഴത്തേക്കും കാഠ്മണ്ഡുവിലെത്തും. നാളെ അവിടെ സ്റ്റേ ചെയ്തിട്ട് മറ്റന്നാളിലാണ് ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഗൈഡിനെയും പോർട്ടറിനെയും ഒന്നും വിളിച്ചിട്ടില്ല. ഒറ്റയ്ക്കാണ് ഈ പ്രാവശ്യം ട്രെക്ക് ചെയ്യുന്നത്. അന്നപൂർണ ബേസ് ക്യാമ്പ് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഗൈഡും പോർട്ടറിൻ്റെ ഒന്നും സഹായമില്ലാതെ ഈ പ്രാവശ്യം ഞാൻ ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് ഒന്നും അറിയില്ല, എങ്ങനെയായി തീരുമെന്നോ ഒന്നും അറിയില്ല. എന്തായാലും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ രാത്രിയാണ്, അതുകൊണ്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചയൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ തൊട്ട് നമ്മൾ അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും കാണുന്നത്. അപ്പം നമുക്കിനി കുറച്ച് അവിടെ വരെ ചെല്ലുന്നതിൻ്റെ വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. ഇനിയുള്ള വീഡിയോ നമുക്ക് അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകാം. രാത്രി 10 മണി ഇപ്പോൾ ബോർഡിങ് ആരംഭിക്കും. വന്ന വഴി കുറച്ച് ലേറ്റായി, കാരണം ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര ബ്ലോക്കും. നമുക്ക് അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി. ഇപ്പോൾ എത്തി, എല്ലാം കഴിഞ്ഞു, ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഇവിടെ വന്ന് ഇപ്പോൾ നിൽക്കുകയാണ്. ഗേറ്റ് നമ്പർ 6 നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇന്ന് പോകും. അപ്പം നമുക്കിനി പോകുന്ന വഴിയുള്ള കാഴ്ചയൊക്കെ കണ്ടുപോകാം. അങ്ങനെ എൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇത് കൊച്ചി ടു ഡൽഹി, പിന്നെ ഡൽഹി ടു കാഠ്മണ്ഡു 2 ബോർഡിംഗ് പാസ്സാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പോവാണ്. ആ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അങ്ങനെ 2:30 ആയപ്പോഴത്തേക്കും ഡൽഹി എയർപോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ചെയ്യണം. കാഠ്മണ്ഡുവിലേക്ക് 4:45 ഇവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളത്. നോക്കട്ടെ, ഇവിടെ ആണെന്ന് തോന്നുന്നു ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അങ്ങനെ താണ്ടി ഞാനിവിടെ ഡൽഹി എയർപോർട്ടിൽ കറക്റ്റ് 2 മണി കഴിഞ്ഞപ്പം എത്തി. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടിരിക്കുകയാണ്. ഇവിടുന്ന് 4:45 ഫ്ലൈറ്റായിരുന്നു എനിക്ക് കാഠ്മണ്ഡുവിലൊക്കെ ഉള്ളത്. പക്ഷേ എങ്കിൽ അതിപ്പോൾ ഡിലേ ആണ്. രാവിലെ ഇനി 7 മണിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് അത്രയും നേരം ഞാനിവിടെ ഡൽഹി എയർപോർട്ടിൽ ഇരിക്കേണ്ടി വരുവാണ്. ഇപ്പം എന്ത് ചെയ്യാനാണ്? ഇതുവരെ ഉറങ്ങിയിട്ടും ഇല്ല, ഒന്നുമില്ല. ആകപ്പാടെ പെട്ടിരിക്കുകയാണ് ഞാൻ. 7 മണിക്കാണ് ഇനി ഇവിടുന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2:45 ഉള്ളൂ. ഇവിടുന്ന് ഇനിയും അത്രയും സമയം ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. ഇതുണ്ട്, ഇതൊരു നല്ല ഭംഗിയുള്ളൊരു വോളി ചെയ്തിരിക്കുന്നതുണ്ടോ, നല്ല രസമുണ്ട് കാണാനേ. ഉണ്ടോ, ഇതങ്ങ് വരെ ഉണ്ട്, ഉണ്ടോ, അവിടെ വരെ ഉണ്ടേ. നല്ല ഭംഗിയാണ് കാണാനേ. ഞാനിപ്പം ഡൽഹി എയർപോർട്ടിലാണ്. ഇതുവരെ ബോർഡിങ് തുടങ്ങിയിട്ടില്ല. 6:30 മണിയായി. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടോ. 7 മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. ഒരുപാട് ഡിലേ ആണ്. ഇനി എപ്പോൾ അവിടെ ചെല്ലുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു ശക്കലം ഉറങ്ങിയിട്ടില്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. എയർപോർട്ടിൻ്റെ അകത്തു നിന്നുള്ള ഒരു കാഴ്ചയാണിത്. എല്ലാവരും ബോർഡിങ് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
ഇപ്പോൾ 7 മണിയായി. ഫ്ലൈറ്റിൽ കയറാൻ പോകണം. ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഒന്നും പറയണ്ട. ഇപ്പം കാഠ്മണ്ഡു എയർപോർട്ടിൽ എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒന്നും പറയണ്ട. ആകെ പെട്ട് 10 മണി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത്. ഫുൾ ലേറ്റായിരുന്നു. ഫ്ലൈറ്റ് ലേറ്റായിട്ട് നമുക്ക് വരാം. ഇവിടുന്ന് എനിക്കിനി 10 മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു മറ്റേ പൊക്കാറയിലോട്ട്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടിരുന്നായിരുന്നു. അതിനിപ്പോൾ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം 10 കഴിഞ്ഞ് ഇമിഗ്രേഷൻ പ്രോസസ്സിങ് കഴിഞ്ഞ് ഇനി ബാഗെല്ലാം എടുക്കണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ബാഗ് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ 10:15 കഴിഞ്ഞു. നോക്കട്ടെ. ഒന്നും പറയണ്ട. ഇപ്പോഴാണ് ബാഗ് കിട്ടിയത്. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ബാഗ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ കാഠ്മണ്ഡു എയർപോർട്ടിലാണ്. ഭയങ്കര എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി ഇവിടുന്ന് ഞങ്ങൾ പൊക്കാറ വരെ എങ്ങനെ പോകുന്നെന്ന് അറിയത്തില്ല. ഇപ്പം കാഠ്മണ്ഡുവിൽ ഡൊമസ്റ്റിക് അറൈവൽസിലേക്കാണ്. അവിടുന്ന് അങ്ങനെ നടന്ന് കുറേ ദൂരം ഒരു ഡൊമസ്റ്റിക്കിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടുന്ന് എപ്പോഴും ഇനി ഫ്ലൈറ്റ് എന്ന് അറിയത്തില്ല. രാവിലെ ഞാൻ ഒരു 10 മണിക്കത്തെയായിരുന്നു എടുത്തു വെച്ചിരുന്നത്. അത് പക്ഷേ പോയി. കാരണം ലേറ്റായി. നമ്മുടെ വന്ന ഫ്ലൈറ്റ് ലേറ്റായി. അതുകൊണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. കുറേ ദൂരം നടന്നിട്ടാണ് അപ്പോൾ പോകുന്നത്. ഇനി അവിടെ ചെന്ന് നോക്കട്ടെ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് ഉണ്ടോ എന്നുള്ളത്. അല്ല പിന്നെ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും. എന്തായാലും പോയി നോക്കാം. ഞാനിപ്പം കാഠ്മണ്ഡുവിൽ ഡൊമസ്റ്റിക്കിലാണ് ഇരിക്കുന്നത്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഉള്ള ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1 മണിയായ സമയം. ഞാനിവിടെ ഞാൻ വന്ന ഫ്ലൈറ്റ് തന്നെ ഡിലേ ആയത്. വെതർ മോശമായതുകൊണ്ടാണ് ഡിലേ ആയത്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഫ്ലൈറ്റ് എല്ലാം ഡിലേ ആയി. പൊക്കാറയിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് എല്ലാം ഡിലേ ആയി. ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യണം. നോക്കിയുണ്ടോ, ഫുൾ ആൾക്കാർ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഇനി അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം 1 മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനത് മറ്റേത് ക്യാൻസൽ ചെയ്ത് അത് ചേഞ്ച് ചെയ്ത് എടുത്തായിരുന്നു 1 മണിക്കത്തേക്ക്. അപ്പോൾ ഇപ്പോൾ അവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 1 മണിക്കത്തെ ഫ്ലൈറ്റ് ഇനി 3 മണിക്കേ ഉള്ളതാണ്. അപ്പം നമ്മളാകെ പെട്ടിരിക്കുകയാണ്. 1 മണി വരെ 3 മണി വരെ ഇനി ഇവിടെ ഈ എയർപോർട്ടിൽ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കണം. അതുകൊണ്ട് ആൾക്കാരൊക്കെ തറയിലൊക്കെ ഇരിക്കുവാണ്. കണ്ടോ, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് തറയിലൊക്കെയാണ് ഇരിക്കുന്നത്. ഫുൾ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫുൾ അങ്ങോട്ടെല്ലാം ഫുൾ ആൾക്കാർ. കണ്ടോ, ഇവിടുന്ന് ഹാഫ് ആൻ അവറേ ഉള്ളൂ. പക്ഷേ വെതർ ഭയങ്കരമായിട്ട് മോശമാണ്. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. എന്തായാലും ഇന്ന് ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നാളെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നാളെ ചെയ്തെങ്കിലേ എനിക്ക് പറ്റുള്ളൂ, തീർത്തിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിവിടെ വെയിറ്റ് ചെയ്യണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ടുള്ളൂ. ഇപ്പം ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ ഒന്നും കഴിക്കാനൊന്നും ഇവിടെ ഈ ഭാഗത്തൊന്നും ഒന്നുമില്ല. ഇവിടെ ഒന്നും കഴിക്കാനുള്ള ഇതൊന്നുമില്ല. എന്തായാലും ശ്രീ എയർലൈൻസ് എന്ന് പറയുന്ന ആ എയർലൈൻസിലാണ് ഞാൻ പോകേണ്ടത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഈ നേപ്പാളിലോട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് വെതർ ചേഞ്ച് ആവുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാം. വെതർ മോശമായതുകൊണ്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. നമുക്ക് ഇവിടെ ഈ നേപ്പാളിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം
അതനുസരിച്ച് നമുക്ക് നോക്കിയൊന്നും വരാൻ പറ്റത്തില്ല. വെതർ നോക്കിയൊന്നും എപ്പോൾ വേണമെങ്കിലും വെതർ ചേഞ്ച് ആവും. അപ്പോൾ എന്തായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. ഇന്നലത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഭയങ്കര പെരും മഴയായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ലേറ്റായി. അവിടെ എയർപോർട്ടിൽ വന്നാൽ പിന്നെ അവിടുന്ന് ലേറ്റായി. എയർപോർട്ടിൽ ഇരുന്നും ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്. ഉറങ്ങാത്തതുകൊണ്ടുള്ള ക്ഷീണമുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച് ഇന്ന് പോയി റൂമിൽ കുറച്ച് നേരമൊക്കെ ഉറങ്ങാനൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇനി അത് നടക്കത്തില്ല. ഇനി അവിടെ ചെന്നിട്ട് എനിക്ക് വേറെ 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടി പുറത്ത് പോകണം. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം, കുളിക്കണം. അതെല്ലാം കഴിഞ്ഞ് നാളെ രാവിലെ ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൊണ്ട് ഞാൻ ആകെ ഇപ്പം തന്നെ ടയേർഡായി. ഇനി ട്രെക്കിംഗ് ഒക്കെ എങ്ങനെയായി തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നോക്കാം. വരുന്നിടത്ത് വെച്ചാണ് നമുക്ക്. കണ്ടോ ഇവിടെ ഫുള്ളാളെന്ന് പറഞ്ഞാൽ ഫുൾ ആൾക്കാരാണ്. ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു സീറ്റ് കിട്ടി. എല്ലാവർക്കും ഒന്നും സീറ്റ് കിട്ടുന്നില്ല. ഞാനിവിടെ സീറ്റ് ചെയ്ത് കിട്ടിയിട്ട് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് 2 പേര് ഡോക്ടേഴ്സായിട്ട് ഇവിടെ നേപ്പാളാണ് സ്ഥലം. ഇവർ ഡോക്ടർമാർ. ലാപ്ടോപ്പ് ടെക്നോളജിസ്റ്റ്. എൻ്റെ ഷീസ് ഡോക്ടർ. അപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇവിടുന്ന് എണ്ണിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് വേറെ ആൾക്കാർ വന്നിരിക്കുക. അതുകൊണ്ട് എൻ്റെ ലഗേജൊക്കെ കണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കാം എന്തായാലും. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ. കാരണം രാത്രിയായി. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റെല്ലാം മിസ്സായി, ക്യാൻസലായി. വെതറെല്ലാം മോശമാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. കാരണം രാത്രിയാണ്. ബസ്സിലാണ് പോകുന്നത്. 8 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഭാഗത്തെ വീഡിയോ കുറച്ച് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമേ. ഓക്കെ, താങ്ക് യു.